അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ മക്കൾക്കുള്ള ഒരു വെക്കേഷൻ ക്ലാസ്സിൻ്റെ തുടക്കമെന്നോണം രക്ഷിതാക്കളെ മാത്രം വിളിച്ചു കൂട്ടി അവർക്കുള്ള ചില നിർദ്ദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് സ്വർഗം നേടിത്തരുന്ന സ്വാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ശ്രദ്ധ കൊടുക്കുകയും ഈ ലോകത്തും പരലോകത്തും നമ്മുടെ മക്കൾ ഉപകാരമുള്ള മക്കളാവണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയെല്ലാം ഈ ലോകത്തും പരലോകത്തും ഉപകാരമുള്ള മക്കളാക്കി മാറ്റുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഇത്തരത്തിൽ ഒരു ക്ലാസ് വെക്കുന്നത് കേവലം ഒരു പ്രസംഗം നടത്തുക എന്ന ഉദ്ദേശത്തിലല്ല, മറിച്ച് നമ്മുടെ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തവർ ഈ കൂട്ടത്തിലുണ്ട്. ഒരു പക്ഷേ എന്താണ് ഈ കോഴ്സ് എന്ന് അറിഞ്ഞിട്ട് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തെയും മുന്നിൽ കണ്ട് എന്താണ് അൽ മുറാഹക്ക എന്ന് പറയുന്ന നമ്മുടെ കോഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നും എന്താണ് ഇതിൻ്റെ ലക്ഷ്യമെന്നും അതിൽ എന്തൊക്കെയാണ് നമ്മുടെ കോഴ്സിലൂടെ മക്കൾക്ക് ലഭിക്കുന്നത് എന്നും എങ്ങനെയാണ് ഒരു പാരൻ്റ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് എന്നിങ്ങനെ പല മേഖലകളാക്കി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. എത്രയെല്ലാം കൂടി പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരൂലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. നമ്മൾ ചുരുങ്ങിയ വാക്കുകളിലൂടെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിലാദ്യം എനിക്ക് എല്ലാ രക്ഷിതാക്കളോടും പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഒരു ഭാഗത്ത് വെക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓണാക്കും ഓഫാക്കും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവലുണ്ടാവില്ല. നിങ്ങളൊരു ഭാഗത്തിരുന്ന് ഇങ്ങനെ കേട്ടാൽ മതി. അപ്പം ഞാനിങ്ങനെ ഓണാക്കി ഓഫാക്കി ഇരിക്കല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും, നമ്മൾ ആദ്യത്തെ ഒരു കാര്യം അതാണ് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഫോൺ ഒരു ഭാഗത്ത് വെച്ച് ഇങ്ങനെ കേട്ടിരിക്കുക. അല്ലെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചകളുണ്ട്. പ്രത്യേകിച്ച് PPT വെച്ചുകൊണ്ടുള്ള ക്ലാസ് ആകുമ്പോൾ അതിലെന്തൊക്കെ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ മക്കളിരിക്കേണ്ടതില്ല, കുട്ടികൾക്കല്ല ഈ ക്ലാസ്, രക്ഷിതാക്കൾക്കാണ്. നമ്മളത് ആവർത്തിച്ച് പറഞ്ഞ ഒരു വിഷയമാണ്. കുട്ടികളല്ല ഇരിക്കേണ്ടത്. ഇപ്പോഴും ചില കുട്ടികൾ ഒരു പക്ഷേ ഉമ്മമാർ ചിലപ്പോൾ കുട്ടികൾ അടങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തതായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഇത് കുട്ടികൾക്കുള്ളതല്ല, മറിച്ച് മുതിർന്ന രക്ഷിതാക്കൾക്ക്, പാരൻസിനുള്ളതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഒരു കോഴ്സ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഒരു ആമുഖമായിട്ട് പറഞ്ഞ് നമ്മുടെ കോഴ്സിലേക്ക് വരാം. ഒരു പക്ഷേ നമ്മുടെ വ്യത്യസ്തമായ കോഴ്സുകളിൽ നമ്മുടെ ഈ അക്കാദമിയുമായി സഹകരിച്ച് പോകുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. പിന്നെ ഒരു പക്ഷേ ആദ്യമായിട്ട് ഈ അക്കാദമിയെക്കുറിച്ച് കേൾക്കുന്നവരും ഉണ്ടാകും. ആദ്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ അൽ മുറാഹക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗമാരം എന്നാണ് ശരിക്കും അതിൻ്റെ ഒറ്റ വാക്കിലുള്ള അർത്ഥം. നമ്മുടെ മക്കളുടെയൊക്കെ ഒരു ടീനേജ് പ്രായത്തിലാണ് എല്ലാവർക്കും ആശങ്കയുണ്ടാവാറുള്ളത്.
എന്നാൽ ഒരു 5 വയസ്സ് മുതൽ തന്നെ അവരിൽ പല പോസിറ്റീവും പല നെഗറ്റീവുമായ കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഒരു അനുസരണക്കേടിൻ്റെ ഒക്കെ ഒരു ടൈം ഇങ്ങനെ ഒരു 5 വയസ്സാകുമ്പോൾ തന്നെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു അൽ മുറാഹക്കയെ 2 ഭാഗമാക്കിയിട്ടാണ് ക്ലാസ് എടുക്കാറുള്ളത്. നമ്മളിതിൻ്റെ ഒന്നാമത്തെ ഒരു ക്ലാസ് കഴിഞ്ഞ വർഷം നടന്നിരുന്നു. അത് കുറച്ച് ദീർഘിച്ച ക്ലാസ് ആയിരുന്നു. ഏകദേശം 40 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ 40 ക്ലാസ്സുകൾ വെച്ചുകൊണ്ട് 2 മാസത്തോളം ദീർഘിക്കുന്ന ഒരു കോഴ്സായിരുന്നു. അൽഹംദുലില്ലാ ഒരുപാട് കുട്ടികൾ അതിലുണ്ടായി. പക്ഷെ നമ്മൾ ഇത്തവണ നമ്മൾ അത്ര ലെങ്തി ആയിക്കൊണ്ട് വെക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണം പലപ്പോഴും നമ്മൾ വിചാരിച്ച ആ രൂപത്തിലേക്ക് കോഴ്സിനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ കുറഞ്ഞ കുട്ടികളെ വെച്ചുകൊണ്ട് നല്ല റിസൾട്ട് ലഭിക്കുന്ന ഫലപ്രദമായ ഒരു അവസ്ഥ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കുക എന്നതാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയ ഭാഗങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു പോകാം. അതിലാദ്യം നമ്മുടെ സാദ് ഓൺലൈൻ അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയാം. നമ്മൾ ഏതൊരു പുതിയ കോഴ്സ് തുടങ്ങുന്ന സമയത്തും ഈ ഒരു ഭാഗം സംസാരിക്കാറുണ്ട്. കാരണം ഒരു പക്ഷേ ഇതിൽ പങ്കെടുക്കുന്നവർ അല്ലെങ്കിൽ ഈ അക്കാദമിയുമായി സഹകരിച്ചു പോകുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ആദ്യമായിക്കൊണ്ട് ഇങ്ങനെ ഒരു അക്കാദമിയെക്കുറിച്ച് കേൾക്കുന്നവരും ഉണ്ടാവാം. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു അക്കാദമിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഇതിൻ്റെ ഓഫീസുള്ളത്. എന്നാൽ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നും പഠിക്കുന്ന ഒരുപാട് മക്കൾ അല്ല രക്ഷിതാക്കളെല്ലാം ഉൾക്കൊള്ളുന്ന മുതിർന്നവരും കുട്ടികളുമൊക്കെയായി ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു അക്കാദമിയുമായി സഹകരിച്ചു പോകുന്നുണ്ട്. അൽഹംദുലില്ലാ. അതിൽ പാഠ്യ ഭാഗങ്ങളുണ്ട്, പാഠ്യേതര ഭാഗങ്ങൾ എന്ന നിലക്കും നമ്മൾ പല ഭാഗങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നില്ല, ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം പറയാം. അതിലൊന്ന് തുടർ മതപഠന കോഴ്സ് എന്നുള്ള നിലക്കാണ്. അഥവാ ഒരു 6 സെമസ്റ്ററുകളിലായി ഒരു അറബിക് കോളേജിൽ പഠിക്കുന്ന തരത്തിൽ നഹ്വും സർഫും അങ്ങനത്തെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്ന ഇസ്ലാമികമായിട്ട് അഖീദയും ഫിഖും എല്ലാം പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് സനാബുൽ ഉലൂം എന്ന് പറയുന്ന തുടർ മതപഠന കോഴ്സ് എന്നുള്ളത്. മറ്റൊന്ന് കുട്ടികൾക്കുള്ള ഹിഫ്ള് കോഴ്സാണ്. കുട്ടികൾക്ക് വേറെ തന്നെ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ മുതിർന്നവർക്ക് വേറെ തന്നെയുണ്ട്. അതിൽ തന്നെ ഇൻഡിവിജ്വൽ ക്ലാസ്സുകളുണ്ട്, അതല്ല കോമൺ ക്ലാസ്സുകൾ എന്നുള്ള നിലയ്ക്ക് ഹിഫ്ള് രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട്. ഓരോ കുട്ടിക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഓരോ ടീച്ചർ എന്നുള്ള നിലക്കുണ്ട്. അതല്ല കോമൺ ആയിട്ടുള്ളതാണെങ്കിൽ അതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നമസ്കാര പഠന കോഴ്സ്, ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ നിസ്കാരം എന്നുള്ളത്. അതിൻ്റെ ഒരു 5 ബാച്ചുകൾ നമ്മൾ ഇതുവരെ നടത്തി. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമ്മളതിൻ്റെ 6ാമത്തെ ബാച്ച് കൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കുട്ടികൾക്കുള്ള വെക്കേഷൻ കോഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പോൾ മുറാഹക്ക എന്നുള്ള പേരിലാണെങ്കിലും അതല്ലാത്ത രൂപത്തിലും ഇതിന് മുമ്പേ നമ്മൾ നടത്തിയിട്ടുണ്ട്. ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേറെ തന്നെ കോഴ്സുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇസ്ലാമിക് സൈക്കോളജി കോഴ്സ് എന്ന നിലക്കുള്ള ഒരു കോഴ്സ് അൽഹംദുലില്ലാ നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ ബേസിക് ആ ഒരു കോഴ്സ് നടത്തിയത്. വളരെ ചുരുങ്ങിയ എണ്ണം എന്ന നിലക്കായിരുന്നു, അല്ലെങ്കിൽ ക്ലാസ്സുകൾ എന്നുള്ള നിലക്കായിരുന്നു അത് നടത്തിയതെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ജൂൺ മാസം നമ്മളതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിലായി ഒരു 6 മാസത്തെ കോഴ്സ് എന്ന നിലയ്ക്ക് ഡീറ്റെയിലായി ഇസ്ലാമികമായിട്ടുള്ളതും അതേപോലെ തന്നെ ഭൗതികമായ സൈക്കോളജി വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ 2 കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു എളുപ്പമാക്കി തെരുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ റബ്ബായിട്ടുള്ള അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരുകൾ പഠിക്കുക എന്നുള്ള നിലയ്ക്ക് അസ്മാഉൽ ഹുസ്നയുടെ 2 ബാച്ചുകൾ അൽഹംദുലില്ലാ നടന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മദ്രസയാണ് ഓൺലൈൻ മദ്രസ. അത് കോമൺ മദ്രസയുണ്ട്, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ മദ്രസയുണ്ട്. അതിൽ തന്നെ രാവിലെയുള്ള മദ്രസയുണ്ട്, വൈകുന്നേരത്തുള്ള മദ്രസയുണ്ട്, വീക്കെൻഡ് മദ്രസകൾ, ഇങ്ങനെ വ്യത്യസ്തമായ മദ്രസകൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ അൽഹംദുലില്ലാ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുതിർന്നവർക്കുള്ള ഹിഫ്ള് പഠനമുണ്ട്. അതുപോലെ ഖസസുൽ അംബിയ, പ്രവാചകന്മാരുടെ ചരിത്രം മാത്രം പഠിപ്പിക്കുന്ന, വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട 25 പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്ന കോഴ്സ് ഇപ്പോൾ അതിൻ്റെ 2ാമത്തെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മദ്രസ TTC എന്നുള്ള നിലക്ക് നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് കൃത്യമായി ഒരു ട്രെയിനിങ് കോഴ്സ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ അൽഹംദുലില്ലാ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങി. ഇപ്പോൾ അതിൻ്റെ എക്സാം ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നടക്കുകയാണ്. അതിൻ്റെ എല്ലാ കോഴ്സുകളും നടത്തി ആ രൂപത്തിൽ ഏതൊരു സാധാരണക്കാർക്കും ഒരു മിനിമം ലെവൽ
പിന്നെ പഠിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി, അത് സ്വന്തം മക്കളുടെ വിഷയത്തിലാണെങ്കിലും അല്ല ഒരു ഓൺലൈനിലെ ഒരു ടീച്ചർ ആവണം എന്ന നിലക്കാണെങ്കിലും വെറുതെ പഠിക്കുക എന്നുള്ളതല്ല, കൃത്യമായി അതിനുള്ള ഓരോ സിലബസ് വെച്ചുകൊണ്ട് ട്രെയിനിങ് നടത്തി, സൈക്കോളജി ആണെങ്കിൽ ആ മേഖല, അതേപോലെ തന്നെ ഇസ്ലാമികമായ വിജ്ഞാനങ്ങളാണെങ്കിൽ അതുപോലെ തജ്വീദ്, പിന്നെ അതുപോലെ തന്നെ വ്യാകരണങ്ങൾ, ഇങ്ങനെ എല്ലാം പഠിപ്പിക്കുന്ന, ഹിഫ്ള് അടക്കം പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് 6 മാസത്തെ കോഴ്സ് എന്ന നിലക്ക് നമ്മൾ മദ്രസയുടെ TTC കോഴ്സ് നടക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ അതിൻ്റെയും വരും ബാച്ചുകൾ വരും ദിവസങ്ങളിൽ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സനാമുൽ ഖുർആൻ, സൂറത്തു ബക്കറ പഠിപ്പിക്കുക എന്നുള്ള നിലക്ക് അൽഹംദുലില്ലാ അതിൻ്റെ 3 ബാച്ചുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ബാച്ചിൽ 230-ലധികം ആയത്തുകൾ പഠിച്ചു. രണ്ടാമത്തെ ബാച്ചിൽ 100-ലധികം ആയത്തുകളായി. മൂന്നാമത്തെ ബാച്ച് ഇപ്പോൾ തുടങ്ങി 10 ആയത്തുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കോഴ്സുമായി അല്ലെങ്കിൽ നമ്മുടെ പിന്നെ അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിൻ്റെ പിന്നെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അതല്ലാത്ത മറ്റു മേഖലകൾ, പ്രത്യേകിച്ച് റിലീഫ് പ്രവർത്തനങ്ങളും മറ്റൊക്കെയായി ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാ നമ്മുടെ ഈ കൂട്ടായ്മയുടെ കീഴിൽ നടക്കുന്നുണ്ട്. അള്ളാഹു അത് ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. അതിൽ സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ ഇനി അൽ മുറാഹക്ക എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വെക്കേഷൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താം. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്ഷിതാക്കൾക്കുള്ള ചില നിർദ്ദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ പൂർണ്ണ ശ്രദ്ധയോടുകൂടി തന്നെ ഇതിലിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കുക. നമ്മൾ ഒരുപാട് നേരം സംസാരിക്കുന്നില്ല, എണ്ണിച്ചുട്ടപ്പം പോലെ എന്നൊക്കെ പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കോഴ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? ഒരു പുസ്തകങ്ങൾക്കപ്പുറത്തുള്ള ഒരു പഠനം. നമ്മുടെ മക്കൾ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിപ്പോൾ 1-ാം ക്ലാസ് മുതൽ ഒരു പക്ഷേ ഡിഗ്രി വരെയുള്ള കുട്ടികൾ നമ്മുടെ ഈ ഒരു, അല്ലെങ്കിൽ പിന്നെ +2 വരെയുള്ള കുട്ടികളെങ്കിലും നമ്മുടെ ഈ ക്ലാസ്സിലുണ്ട് എന്നുള്ളത് അതിൻ്റെ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ കുറേ പഠിച്ചു പോകുക എന്നതിനേക്കാൾ, മദ്രസയിലും തന്നെ ഇപ്പോൾ ഒരുപാട് പഠിച്ചു പോകുന്നുണ്ടാകും, കുറേ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടാകും. അതിനപ്പുറത്തേക്ക് ആ കുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സംശയങ്ങൾ തീർക്കാനും അതേപോലെ തന്നെ അവർക്ക് കൂടുതലായിട്ടൊരു ഗൈഡൻസ് കൊടുക്കാനും ഒക്കെയുള്ളതാണ് നമ്മൾ ഈ ഒരു പിന്നെ കോഴ്സ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ പ്രായോഗികമായ ഇസ്ലാം, പ്രത്യേകിച്ച് നിസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ പറയുന്നുണ്ട്, നമുക്കെല്ലാവർക്കുള്ള പരാതിയാണല്ലോ. ഈ കേൾക്കുന്ന ഒട്ടുമിക്ക രക്ഷിതാക്കൾക്കുള്ള പരാതിയായിരിക്കും കുട്ടിനോട് എത്ര നിസ്കരിക്കാൻ പറഞ്ഞാലും നിസ്കരിക്കൂല, അല്ലേ? അങ്ങനെ പറഞ്ഞ് ചില ഉമ്മമാർ പറഞ്ഞിട്ട് എൻ്റെ ചങ്കിലെ വെള്ളണ്ട് വറ്റണം, എന്നാലേ എന്ത് ചെയ്യുള്ളൂ ഓരങ്ങോട്ട് പിന്നെ നിസ്കരിക്കാൻ പോകുള്ളൂ, എന്നാൽ തന്നെ ഞാൻ വലിച്ചു കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ എന്തിന് ഞാൻ നിസ്കരിക്കണം? ഞാൻ നിസ്കരിച്ചാൽ എനിക്ക് എന്താ കിട്ടുക? ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? നിസ്കരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എല്ലാം കൂടി ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് ഇസ്ലാമിക് നിസ്കാരത്തിൻ്റെ ഒരു കോഴ്സ് വേറെ തന്നെയുണ്ട്. അത് ഏകദേശം 25-30ഓളം ക്ലാസ്സുകൾ വെച്ചുകൊണ്ടുള്ളത്. അപ്പോൾ അത് ഒരു ക്ലാസ്സിലേക്ക് ചുരുക്കുമ്പോൾ അതിൻ്റേതായ രൂപത്തിൽ, കുട്ടികളുടെ രൂപത്തിൽ, കുട്ടികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു പോകുക, അഥവാ പ്രായോഗികമായിക്കൊണ്ട് ഇസ്ലാം എങ്ങനെയാണ്, ഇസ്ലാമിനെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും, എങ്ങനെ സ്വീകരിക്കാൻ പറ്റും, അതിലെ ആരാധനാകർമ്മങ്ങളുടെ വിഷയങ്ങൾ എങ്ങനെയാണ്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പറയാം നുണ പറയാൻ പാടില്ല എന്ന് എല്ലാവരും പറയും. പക്ഷെ അതെങ്ങനെയാണ് നമ്മളെ കുട്ടികളുടെ വിഷയത്തിൽ അതെങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും, എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന നിലക്കുള്ളത്. അതിൽ രണ്ടാമത്തെ ഒരു വിഷയം, രക്ഷിതാക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വീടുകളിലെ പങ്ക് എന്നുള്ള ഒരു ഭാഗം തന്നെയാണ്. ഒന്നാമത്തെ നമ്മൾ ലക്ഷ്യം എന്നുള്ളത് ഇന്നതൊക്കെയാണെങ്കിലും അത് പ്രാക്ടിക്കലായി മാറണമെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളേക്കാൾ ആ ക്ലാസ്സുകൾ കേൾക്കുന്ന വീടും അവർ ജീവിക്കുന്ന ചുറ്റുപാടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിസ്കരിക്കണമെന്ന് പറഞ്ഞു കുട്ടി നിസ്കരിക്കാൻ റെഡിയാണ്, പക്ഷേ രാവിലെ വാപ്പയും ഉമ്മയും എഴുന്നേൽക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കുട്ടിക്ക് കഴിയൂല. കളവ് പറയരുത് എന്നുള്ളത് ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, പക്ഷേ ഉപ്പയോട് കളവ് പറയുന്നു, വാപ്പ ഉമ്മയോട് കളവ് പറയുന്നു, അല്ലെങ്കിൽ പരസ്പരം അയൽവാസികളോട് കളവ് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരു രക്ഷിതാവ് ആ കുട്ടി എന്താണോ പഠിക്കുന്നത് അത് പ്രാവർത്തികമാക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക, അവർക്കൊരു റോൾ മോഡലായി, ഒരു മാതൃകയായി നമ്മൾ മാറണം. എല്ലാ അർത്ഥത്തിലും നമ്മൾ റോൾ മോഡലാവുക. അപ്പം നമ്മളെല്ലാവരും പറയുന്ന ഒരു പ്രശ്നം, കുട്ടികൾ പിന്നെ വല്ലാത്ത ഫോണിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അല്ലേ? ഇത് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഇത് പറയാത്ത ഏതെങ്കിലും രക്ഷിതാവുണ്ട്? കുട്ടികൾ തൊയിലെല്ലാം ഫുൾ
ടൈം ഫോണില്ല, എപ്പോഴും ഫോണില്ല അല്ലേ? ഈ ഈ ഒരു ആശങ്ക ഏതൊക്കെ രക്ഷിതാവിനുണ്ട്? ഒന്ന് ഒന്ന് ചുരുക്കി ഒന്ന് വേഗം ഒന്ന് മെസ്സേജ് ചെയ്യോ? ഈ ആശങ്ക പങ്കുവെക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കേ. ഉണ്ടോ ഇല്ലേ? നിങ്ങൾ പറഞ്ഞോളിട്ടോ. നിങ്ങൾ ഒരു ഇതിപ്പോൾ എന്താണ് എല്ലാവരും അറിയില്ല എന്നല്ല, നിങ്ങൾ പറഞ്ഞോളി. ഒരു പ്രശ്നമല്ല, എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ പറയണത് അല്ലേ? എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട് അല്ലേ? അതൊക്കെ എസ് എസ് ഉണ്ട് ഉണ്ട് എസ് അല്ലെ? എങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് ഈ പ്രശ്നമുണ്ട്. പക്ഷേ ഇത് പിന്നെ ഈ ആശങ്ക എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുക? നമ്മൾ ഇവിടുന്ന് ഇനി മുതൽ ഫോൺ തുടരുത്, ഫോൺ ഇട്ട് കഴിഞ്ഞാൽ പോക്കാണ്ടി വന്ന് പിടിക്കും, അല്ലെങ്കിൽ പോക്കാച്ചി പിടിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾ വരും ഇങ്ങനത്തെ ആൾ വരും എന്ന് പറഞ്ഞത് കൊണ്ട് കുട്ടി ഫോൺ ഒഴിവാക്കുമോ? ഇല്ല. ചില ആളുകളൊക്കെ ഇങ്ങനെ സ്ക്രീൻ സേവറായിട്ട് ചില വീഡിയോ വെക്കും അല്ലേ? ചില വീഡിയോ ഒക്കെ വെച്ചിട്ട് ആരാണ് ഫോൺ എടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലേ, ഒരു പ്രത്യേക രൂപത്തിലൊക്കെ പേടിപ്പിക്കുന്ന രൂപത്തിലൊക്കെ വെക്കും. അപ്പോൾ കുട്ടികൾ അഞ്ഞെടുക്കൂല അഞ്ഞെടുക്കൂല അറിയും. എത്ര സമയം എടുക്കൂല? മാക്സിമം 2 ദിവസം. കുട്ടിയുടെ പിന്നെ ഉപബോധ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ ബോധ മനസ്സിൽ നിന്ന് അത് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എടുക്കും കുട്ടി. അത് പിന്നെ കണ്ടിട്ട് അതൊന്നും പ്രശ്നമില്ല എന്നുള്ള തോന്നലിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ ആ കുട്ടിക്ക് ഫോണിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വരുത്തണമെങ്കിൽ ഏറ്റവും പ്രധാനമായിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഫോൺ ഉപയോഗിക്കുന്നതിൽ നിന്നും നമ്മളൊരു ടൈമിലേക്ക് മാറുക എന്നുള്ള ആ ഒരു കാര്യങ്ങൾ ഒരു രക്ഷിതാവെന്ന നിലക്ക് നിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് ചേർത്തുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ ചേർത്താതിരിക്കുക, നിങ്ങളിഷ്ടം. ചേർത്തിയ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഒരു പക്ഷേ ചേർത്തിയ എന്തായിരിക്കും ഈ ഒരു കോഴ്സ് എന്ന ആ ഒരു പിന്നെ അറിവ് കിട്ടിയിട്ട് വേണം ചേർക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ടാകും. അപ്പം ഇവിടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കുട്ടിക്ക് ഈ ഒരു 13 ദിവസങ്ങൾ കൊണ്ട് എന്തെങ്കിലും കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വീട്ടിൽ അതിനുള്ള സൗകര്യം ഉണ്ടോ നിങ്ങൾ ഉറപ്പുവരുത്തണം. ഞാൻ മേശ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, ക്യാമറ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നെറ്റ് ഉണ്ട്, ഇതൊന്നുമല്ല. അതൊക്കെ വേണം, അതൊക്കെ വേണം. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ വേണം. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ കുട്ടിക്ക് അവിടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണോ, ക്ലാസ് എടുക്കുന്ന ഉസ്താദ് അധ്യാപകൻ എന്തു പഠിപ്പിക്കുന്നുണ്ടോ അത് കൃത്യമായി ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ, ജീവിച്ച് കാണിക്കാൻ ആ കുട്ടിക്ക് വീട്ടിൽ സൗകര്യമുണ്ടോ? അതിന് നിങ്ങൾ റോൾ മോഡലാവാൻ റെഡിയുണ്ടോ? എങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. നിങ്ങൾ റെഡി അല്ലെങ്കിൽ പിന്നെ നമ്മളിത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഓനോട് ആക്കും ഒരു 10 ദിവസം കൊണ്ട് ഓന് പുതിയൊരു മനുഷ്യനായിട്ട് മാറും. ഇതൊന്നുമില്ല. അതൊക്കെ വെറും വാക്കുകൾ മാത്രമാണ്. നമ്മൾ ആരും അങ്ങനെ ഒരു വാക്ക് തരുന്നില്ല. 10 ദിവസം കൊണ്ട് നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ മുത്തുമണികളാകും, പളുങ്കുകളാകും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയൂല. ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുക, അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുക, അതേപോലെ തന്നെ അവർക്കൊരു ഗൈഡ് കൊടുക്കുക. പക്ഷേ ആ ഗൈഡ് കിട്ടി, ആ ഗൈഡൻസ് കിട്ടി, ആ കുട്ടി ആ ക്യാമറ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ സൂം ഓഫ് ചെയ്ത് വരുന്നത് എവിടേക്കാണ്? വീണ്ടും മാലിന്യങ്ങളിലേക്കാണെങ്കിൽ, ആ വീട്ടിലുള്ള മാലിന്യങ്ങളിലേക്കാണെങ്കിൽ, നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിലേക്കാണെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ഉമ്മമാരോട്, ഉപ്പമാരോട് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ അവർ നന്നാവണമെന്നും അവർക്ക് മാറ്റമുണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമത്തെ മാറ്റം നമുക്കായിരിക്കണം. നമ്മളാണ് മാറേണ്ടത്, നമ്മളാണ് മാറ്റേണ്ടത്, നമ്മളാണ് ആ ഫോൺ എടുത്തു വെക്കേണ്ടത്. നമ്മൾ മാറ്റിവെക്കാതെ കുട്ടികളോട് മാറ്റിവെക്കാൻ പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല, അതിൽ യാതൊരു കാര്യവുമില്ല എന്നുകൂടി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കണം. ഇനി മൂന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് ഉണ്ടാകുക എന്നുള്ളത്. അത് നിരന്തരമായ ശ്രദ്ധയും പ്രോത്സാഹനവും ഉണ്ടാവണം. ശ്രദ്ധിക്കുക, ഈ പിന്നെ കോഴ്സിലേക്ക് മക്കളെ ചേർക്കുന്നവരോടാണ് പറയാനുള്ളത്. നിങ്ങൾ മക്കളുടെ ക്ലാസ് കഴിഞ്ഞാൽ കഴിഞ്ഞോ? കഴിഞ്ഞു. ചാർജുണ്ട് ഫോണിൽ എന്നല്ല ചോദിക്കണ്ടേ. ഉമ്മാൻ്റെ ഇവിടെ വന്ന, ഉപ്പാൻ്റെ ഇവിടെ ഇരിക്കുക, ഇന്ന് എന്തായിരുന്നു പറഞ്ഞിരുന്നേ? ഇന്ന് ഒന്നുമില്ല അല്ലെ, ഇന്ന് എന്താ വിഷയം മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് കുട്ടി പോവുകയാണ്. ചില കുട്ടികൾ എന്ത് ചെയ്യും? ഇരുന്ന് പറഞ്ഞു തരും. അങ്ങനെ ഫുള്ളിരുന്ന് കേൾക്കണം. ആ കുട്ടി പറയാം, അന്ന് ഇങ്ങനെ ഒരു ക്ലാസ് കേട്ടു എന്നിട്ട് പറയുമ്പോൾ പൊയ്ക്കവിടെ എൻ്റെ ക്ലാസ്, ഇത് ഒരു തൊഴിലല്ല, ഇവിടെ മനുഷ്യൻ വേറെ ഉള്ള പണിയിൽ ഇവിടെ നിൽക്കുകയാണ്, അതിൻ്റെ അടിയിൽ എൻ്റെ ക്ലാസ്, ഇങ്ങനെയല്ല പറയണ്ടേ. അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടി പറഞ്ഞാണ് എന്തൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അമ്മ എന്ത് ചെയ്യുക, ഈ മീൻ ഇങ്ങനെ ആക്കട്ടെ, ഒരു കാര്യം പറഞ്ഞു ഉമ്മ കേട്ടോളാം. ഇടക്കിടക്ക് അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി നമ്മുടെ മക്കൾ ഇങ്ങനെ പറയുന്നുണ്ടാവും.
അവരുടെ കണ്ണിങ്ങനെ തുറിച്ചിട്ടുണ്ടാകും, അവരുടെ ആക്ഷൻസ് മാറുന്നുണ്ടാകും. ഇത് അങ്ങനെ ഉണ്ടായിരുന്നു, ആ ഒരു കഥ പറഞ്ഞു തന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തന്നെ മാഷാ അല്ലാ മാഷാ അല്ലാ, അതാണ് അംഗീകാരം നൽകുന്നതാണ്. എൻ്റെ കുട്ടിക്കുണ്ടല്ലോ നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ ആ ഒരു കോഴ്സിന് ചേർന്നതിന് ശേഷം ഉണ്ടല്ലോ, ആ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ഉണ്ടല്ലോ, ഇപ്പം ഇന്ന ഒരു സംസാരം കേട്ടതിന് ശേഷം നല്ല മാറ്റമുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ കുട്ടി ഒരൊറ്റ വക്കത്തായിരിക്കും ആ ക്ലാസ് കേട്ടിട്ട് ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ പോയിട്ടുണ്ടാകാം, പിന്നൊക്കെ വീണ്ടും അവിടെ ഇരുന്നിട്ടുണ്ടാകും. പക്ഷേ അവൻ പിന്നെ ഒരൊറ്റ താല്പര്യത്തിൽ ഒരു തവണയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ പോസിറ്റീവായി നമ്മൾ എടുക്കണ്ടേ. അത് പറയണം നമ്മൾ നമ്മുടെ വീട്ടിൽ വിരുന്ന് വരുന്നവരോടും, നമ്മൾ ഫോണിൽ സംസാരിക്കുന്നവരോടും, അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പറയണം, എൻ്റെ കുട്ടിയുണ്ടല്ലോ മാഷാ അല്ലാ ഒരു ക്ലാസ്സിന് ചേർന്നിട്ടേ ഓനിപ്പോൾ കൃത്യമായിട്ട് സുബൈക്ക് എണീക്കും, നമ്മളെ ഇന്ന വരെ വിളിക്കണത് ഓനാണ്, അതേപോലെ അവൻ പള്ളിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ നല്ല സ്വഭാവമാണ്. ഇങ്ങനെ പറഞ്ഞ ആ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഒരു പ്രോത്സാഹനം കൊടുക്കണം. ഇതല്ലേ ശരിക്കും വേണ്ടത്. എന്നാൽ ചില രക്ഷിതാക്കളുണ്ട്, ഞാനിങ്ങനെ പറയാട്ടോ, ഇതിൽ ഏത് രക്ഷിതാവാ നല്ല രക്ഷിതാവ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഏത് രക്ഷിതാവാ നല്ല രക്ഷിതാവ് നിങ്ങൾ പറഞ്ഞു തരണം. ഒന്നാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമ്പോഴേക്കും മാഷാ അല്ലാ എൻ്റെ കുട്ടി നല്ല ഉഷാറായിക്കണ്, ഇങ്ങനെ തന്നെ വേണ്ടത് കേട്ടോ, എൻ്റെ കുട്ടി എപ്പോഴും ഇങ്ങനെ തന്നെ ആവണം, ഉമ്മാക്ക് ഇഷ്ടമാണ്, ഇങ്ങനത്തെ കുട്ടികളെയാണ് ഉമ്മാക്ക് ഇഷ്ടം, വാപ്പ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഒരു പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു രക്ഷിതാവ്. ഇതാണ് ഒന്ന്. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഒന്നിങ്ങനെ ഞാൻ നാളെ സുബൈക്ക് നീക്കൂട്ടോ, ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ സുബൈക്ക് നിർബന്ധമായിട്ട് നീക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കണേ എന്ന് പറയുമ്പോൾ നല്ല ആളാപ്പത്, എത്ര വട്ടം കൂർക്കം വലിച്ചു ഉറങ്ങാക്കാർ, അഞ്ചൊക്കെ വെറുതെ ഡയലോഗ് അടിക്കൽ മാത്രമേ ഉണ്ടാകുള്ളൂ, ഇത് നീക്കലൊന്നും ഉണ്ടാവില്ല, ആകെ വെറും വർത്താനം മാത്രമാണ് എന്ന് പറഞ്ഞ് അവരെ നെഗറ്റീവ് ആക്കുന്ന ആളുകൾ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആ കുട്ടി ഇനി മുതൽ ഞാൻ സിനിമ കാണില്ലട്ടില്ലേ അതിൽ സിനിമ കാണില്ല ഭയങ്കര പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി സിനിമ കാണില്ല എന്ന് പറയുമ്പോൾ എത്ര ഇസ്തിനാ ഈ കോഴ്സ് തീരുമ്പോൾ എൻ്റെ ഉസ്താദിനൊന്ന് കാട്ടേ, വെറുതെ ഡയലോഗ് അടിക്കൽ മാത്രമാണ് അല്ലേ. ഇതാണ് രണ്ടാമത്തെ രക്ഷിതാവ്. ഇതിൽ ഒന്നാണോ രണ്ടാണോ നല്ല രക്ഷിതാവ് നിങ്ങൾ പറഞ്ഞാണ്, നിങ്ങളേതാന്ന് പറയണ്ടേ, നിങ്ങളേതാന്ന് പറയണ്ട, ഒന്നാണോ രണ്ടാണോ നല്ലതെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഏത് സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് തീരുമാനിച്ചാൽ മതി അല്ലേ. ഒന്നാമത്തെയാണ് അല്ലേ, ഒന്നാമത്തെയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ രക്ഷിതാവ് ഉണ്ടല്ലോ ഇതിൽ അല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ആവാനാണ്, പക്ഷേ നമ്മൾ പലപ്പോഴും രണ്ടാമത്തതിലാണ് ആയിപ്പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പരിഹാരം കൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സുകളിൽ വരും. അടുത്ത ആഴ്ചയും ഇതേപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും. രക്ഷിതാക്കൾ എന്ന നിലക്ക് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേക ക്ലാസ്സുകൾ ഉണ്ടാകും, പാരൻസിന് ക്ലാസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങളെ കുട്ടിക്ക് കിട്ടിയ കാര്യം നമ്മളൊന്ന് ചർച്ച ചെയ്ത് ഇനി അതിലെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും പിന്നത്തെ ക്ലാസ് ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റിലേറ്റ് ചെയ്ത് നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് പോകലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യണം, അംഗീകാരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ക്ലിയർ ആയിട്ട് എല്ലാവരും ഏകദേശം ടൈപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് ഫോൺ എന്ന നിലക്ക് മാത്രമല്ല, ഒരു പക്ഷേ ടാബായിരിക്കാം, അല്ലെങ്കിൽ ഗെയിം ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രത്യേക ഗെയിമുകളായിരിക്കാം, ഇങ്ങനെയൊക്കെ പലതും, ടി വി ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഇപ്പോൾ ഫോൺ തെറ്റാണോ? അല്ല, ഫോണിൽ തെറ്റുണ്ട്. ടി വി തെറ്റാണോ? അല്ല, ടി വിയിൽ തെറ്റുണ്ട്. അല്ല, എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ കുട്ടീനെ ഒരിക്കലും ഫോൺ തൊടിയിപ്പിക്കൂല എന്ന് തീരുമാനിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, ഇല്ല. കാരണം ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ എല്ലാ കാര്യവും എന്ത് ചെയ്യാൻ നടക്കണേ ഒരു ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഫോൺ റിലേറ്റഡ് ആണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പേ കുട്ടികൾക്കുള്ളൊരു ക്ലാസ് ഉണ്ടായിരുന്നു, എനിക്ക് ഒരു ലൈവ് ക്ലാസ്സാണ്, ഓൺലൈനിലല്ല, നമ്മുടെ നാട്ടിൽ. അപ്പോൾ പല ഭാഗത്തും ഞാൻ ആ വിഷയം എടുത്തത് കൊണ്ട് പറയാം, ഒരു പക്ഷേ നമ്മുടെ ചില രക്ഷിതാക്കളെങ്കിലും ആ മക്കളുടെ ക്ലാസ്സിൽ പറഞ്ഞയച്ചിട്ടുണ്ടാകും. അപ്പോൾ അവിടെ പിന്നെ കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോണ് കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫോണ് കൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാണ്. അപ്പോൾ കുട്ടികളിങ്ങനെ എണ്ണാൻ തുടങ്ങി. അതിൽ പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്, അതേപോലെ തന്നെ വാട്സപ്പ് ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അത് ഫോൺ ചെയ്യാൻ പറ്റുന്നതാണ്, കോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആരുമില്ല. അത് സത്യത്തിൽ ഫോൺ എന്തിനാണ് ഉണ്ടാക്കിയത്? കോളിംഗ് ആണ്. നമ്മക്കടക്കം ചിലപ്പോൾ എന്ത് ചെയ്യൂല, ആ ഫോൺ അതിനാന്നുള്ള ചിന്ത ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാത്തിനുമാണ് എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നാൽ അതിൽ ഒരു കുട്ടി പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, അതുകൂടി പറയണം. ആ കുട്ടി എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞറിയോ, ഫോൺ കൊണ്ടുള്ള
ഏറ്റവും നല്ല മെച്ചം എന്താ വെച്ചാൽ ഭക്ഷണം ഓർഡർ ചെയ്യാൻ പറ്റും. സൊമാറ്റോയും അതേപോലെ തന്നെ അങ്ങനത്തെ കുറേ ഇതിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓനെ സംബന്ധിച്ചിടത്തോളം അതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഓൻ ആ ഒരു ഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ഞാനത് പറഞ്ഞു വരുന്നത്, നമുക്ക് ഫോൺ ഒഴിവാക്കുക, കുട്ടികൾ ഇനി മേലാൽ ഫോൺ തുടരുത് എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. എന്നാൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, ഏത് സമയത്ത് ഉപയോഗപ്പെടുത്തണം, എത്ര സമയം ഉപയോഗപ്പെടുത്തണം, എന്ത് ഉപയോഗപ്പെടുത്തണം, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. നമ്മുടെ മക്കൾ കൊടുത്തോ, നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങണം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വേഗം ഫോണിൽ കൊടുക്കും, ഇനി പോയിരുന്ന് പറഞ്ഞു. നമ്മൾ രക്ഷിതാക്കൾ കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ചെറിയ കുട്ടികളുടെ ശബ്ദം കേൾക്കണില്ലെങ്കിൽ ഉറപ്പാണ് ഒന്നുകിൽ ഒരു ഫോണിൻ്റെ മുന്നിലാണ്, അതായത് കയ്യിൽ ഫോൺ എടുത്തിട്ട് കളിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരിക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്നാണ് അല്ലേ. ഇത് രണ്ടിലേതെങ്കിലും ഒന്നും ഉണ്ടാകുക. കാരണം സത്യത്തിൽ രണ്ടും അപകടമാണ്. ഒന്ന് അവർക്ക് ഫിസിക്കലി അപകടമാണെങ്കിൽ, മറ്റൊന്ന് അവർ ഫുൾ ടൈം ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് അവർക്ക് ഫിസിക്കലായി മെൻ്റലായിക്കൊണ്ടും ഒക്കെ ഉള്ള അപകടങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടിയുടെ ഡെയിലി റൊട്ടീൻ അത് നമ്മൾ തീരുമാനിക്കണം. ഞാനത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന് മെയ് 3 നമ്മുടെ ക്ലാസ് ഇൻഷാ അല്ലാഹ് മെയ് 15 വരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ചിലപ്പോൾ മെയ് 16, 17 ഒക്കെ എന്ത് ചെയ്യും, നമ്മളൊരു ടൈമിനനുസരിച്ച് കൊണ്ട് മാറ്റാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് അന്ന് നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരു വിവാഹം കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ടൈമിൻ്റെ ചെറിയൊരു പ്രശ്നം പറയുന്നത്. അപ്പോൾ ഏതായിരുന്നാലും നിങ്ങൾ പറഞ്ഞത് കുറച്ചും കൂടി കൂടുതലല്ലാതെ കുറയൂല എന്തായാലും. നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുന്നൊരവസ്ഥ ഉണ്ടാവുള്ളൂ. ഞാൻ പറയാനുള്ള കാരണം, അത്രയും ദിവസം മെയ് 3 മുതൽ 15 വരെ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു 10-12 ദിവസം ഉണ്ടല്ലോ. ഇനി അതിൽ കൂടുതലാണെങ്കിൽ അത്രയും ദിവസം. ഈ ഒരു 12-13 ദിവസത്തേക്ക് നിങ്ങൾ നിർബന്ധമായും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം, ഒരു ഡെയിലി റൊട്ടീൻ ഉണ്ടാക്കണം. നിങ്ങളുടെ കുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിങ്ങളുമായി ബന്ധപ്പെട്ടു. അതിപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കാ ക്ലാസ് എടുക്കണേ, ഞങ്ങളൊക്കെ എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങളെ കുട്ടികളാണ് നന്നാക്കിയാൽ മതി. ഒരിക്കൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതിനിടെ ലെഫ്റ്റേക്ക് പോയി ക്ലാസ് കേൾക്കണ്ട, നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാറാൻ റെഡി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ടൈം ഒരു സ്കെഡ്യൂൾ ചെയ്തുകൊണ്ട് പോകാൻ നിങ്ങൾ റെഡിയാണോ എങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ കിട്ടും. ഇതെന്താ വെച്ചാൽ നമ്മൾ ഓർക്ക് ഇങ്ങനെ രാവിലെ 6 മണിക്ക് 5 മണിക്കെന്നൊക്കെ ഇങ്ങനെ പറയാം, എന്നിട്ട് നമ്മൾ കടന്നുറങ്ങാം. ഇന്ന സമയത്ത് നിസ്കരിക്കണം, നിർബന്ധം ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിച്ചോണം, നമ്മളിങ്ങനെ ശബ്ദമിട്ട് പറയും. എന്നിട്ടോ നമ്മൾ വേറെയുള്ള പരിപാടിയില്ല. മഗ്‌രിബ് കഴിഞ്ഞാൽ അവിടെ ഖുർആൻ എടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, അപ്പം ഞാൻ പറഞ്ഞുതരാം. അല്ല അപ്പം ഉമ്മ അത് നിങ്ങൾക്ക് ബാധകമല്ലേ, അത് പറ്റൂല അല്ലേ, അല്ലെങ്കിൽ വാപ്പ അത് നിങ്ങൾക്ക് ബാധകല്ലേ, അത് നമുക്ക് വേണ്ട. ഈ രൂപത്തിലാണ് പല രക്ഷിതാക്കളും ഉണ്ടാകുക. അത് പറ്റൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും നമ്മുടെ മക്കൾക്കുള്ള ഒരു ടൈം ഷെഡ്യൂളാണ് ഉണ്ടാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം നിങ്ങളോട് ഉണ്ടാകും, നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞോ ഇല്ലേ, അത് നിങ്ങൾ ഉണ്ടാക്കണം. അതിൽ നിങ്ങളെ കുട്ടിൻ്റെ ടൈം, അവരുടെ ക്ലാസ്സിൻ്റെ ടൈം അതിലുണ്ടാകും, ടൈം അവിടെ ഉണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ജീവിതം കൂടി, നിങ്ങൾ ഈ 12 ദിവസം നിങ്ങൾ ഈ പറഞ്ഞ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് ടൈം ടേബിൾ റെഡിയാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടോ, എന്നാൽ ആ 13-14 ദിവസം കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ രക്ഷിതാക്കളുടെ മീറ്റിംഗ് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടാവും, ഉറപ്പാണ്, ഒരു സംശയം തരില്ല. ഞാനിത് പറയണത്, നമ്മളിപ്പോൾ ഇങ്ങനെ ഷെഡ്യൂളാക്കി കഴിഞ്ഞാലും പെട്ടെന്ന് ഒരു വീട്ടിലേക്ക് വിരുന്ന് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വിരുന്നുകാരൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു, അതൊക്കെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില മാറ്റങ്ങളൊക്കെ വരാം. എന്നാൽ കഴിയുന്നതും ഞാനിതെന്ത് ചെയ്യും, ഫോളോ ചെയ്തു പോകും. എൻ്റെ നിസ്കാരത്തിൻ്റെ ടൈം അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അല്ലെ, നമുക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ വന്ന സമയത്ത് നമുക്കങ്ങനെ ഉണ്ടായിരുന്നു, ഒരു റൊട്ടീൻ ഉണ്ടായിരുന്നു. കൃത്യമായ എണീക്കലും അതേപോലെ ഉറങ്ങലും നിസ്കാരവും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു നമ്മൾ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു വിഷയത്തിലും ആ ഒരു ശ്രദ്ധയുണ്ടാവണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ആശങ്കയിലാണോ, അവർക്ക് ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എങ്കിൽ അതേ ടൈം ഷെഡ്യൂൾ, അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കും ഒരു ടൈം ടേബിൾ ഉണ്ടാവണം. ഇന്ന സമയത്ത് എഴുന്നേറ്റ് ഇന്ന സമയത്ത് കിടക്കുക, അതിനിടയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം. അത് നമ്മളിലും ഉണ്ടാവണം, മക്കൾക്കും ഉണ്ടാവണം. രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്തു പോകും വേണം.
ഓക്കെ, ഈ മക്കളുടെ ഉണ്ടാക്കുന്ന സമയത്ത് അവരോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ചർച്ച ചെയ്യണം. ആ ചർച്ച ചെയ്യൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ഫോൺ ഉപയോഗിക്കാൻ നമ്മൾ സമയം കൊടുക്കണം. അവർക്ക് ആക്ടിവിറ്റികൾ നിർവഹിക്കാൻ, കളിക്കാൻ, ഫുട്ബോളോ മറ്റോ എന്ത് കളിയാണോ കളിക്കണത് അതിനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. ഉറങ്ങാനുള്ള സമയം കൊടുക്കണം, വെറുതെ ഇരിക്കാനുള്ള സമയം കൊടുക്കണം, ഭക്ഷണത്തിനുള്ള സമയം, ഇതൊക്കെ ഉണ്ടാവണം. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതിലേക്ക് ചേർത്ത് പറയണം കേട്ടോ. അതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള സമയങ്ങൾ മക്കൾ കൊടുക്കണം. ഇന്ന ടൈം അത് ഉമ്മയെ സഹായിക്കാനുള്ളതാണ്. ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരിക, അപ്പം നിങ്ങളെ പണി ഇന്നതാണ്. അത് ഈ പാത്രം കഴുകേണ്ടത് നിങ്ങളാണ്. ഇന്ന ടൈമിൽ പാത്രം കഴുകേണ്ടത് ഇന്നയാളാണ്. ഇന്ന ടൈമിൽ പിന്നെ അടിച്ചു വാരേണ്ടത് ഇന്നയാളാണ്. ഈ രൂപത്തിൽ എല്ലാ കാര്യവും നമ്മുടെ മക്കൾ വീട്ടിലുള്ള സമയം നമ്മൾക്ക് അവരെ ഉപയോഗപ്പെടുത്തണം. അവർക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കും വേണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ ഈ ഒരു കാര്യത്തിൽ, നമ്മുടെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളോട് തന്നെ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ സംസാരിച്ച് അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്ന രൂപമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതുണ്ടാക്കുക, അതോടൊപ്പം അവരുടേതുണ്ടാക്കുമ്പോൾ അവരോട് കൂടിയിട്ടിരുന്നിട്ട് തീരുമാനിക്കുക. ഇപ്പം നിങ്ങളുടേത് മാത്രം ഉണ്ടാക്കിയാൽ മതി. നാളെ ഇൻഷാ അല്ലാഹ് കുട്ടികളോട് കൂടി ഒന്ന് സംസാരിച്ച് പിന്നെ അവർ കൂടി എന്ത് ചെയ്തോളും, ഇതിൽ ഉൾപ്പെടുത്തിക്കോളും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ വിരുന്ന് പോണ ആലോചിച്ചിട്ടുണ്ട് ആൾക്കാർ. ആയിക്കോട്ടെ, ഇങ്ങോട്ട് വിരുന്ന് പോയിക്കോളിയും. അവിടെ ഈ പറഞ്ഞ ഒക്കെ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും. എല്ലാ കാര്യം അവിടെ നിസ്കാരം, വിരുന്ന് പോയി എന്ന് വിചാരിച്ച് നിസ്കാരം ഒഴിവാക്കൂലല്ലോ നമ്മൾ, ഖുർആനത്ത് ഒഴിവാക്കൂലല്ലോ. അതേപോലെ തന്നെ ക്ലാസ് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളെ കാര്യം കുറച്ചും കൂടി ടൈം കൂടുതലാണ് കിട്ടുക. വിരുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഫുൾ ടൈം നമുക്ക് എന്തെങ്കിലും പണി ഉണ്ടാവില്ല. അവിടെ വേറെയുള്ള ആൾക്കാർ നമ്മൾ ആകെ വിരുന്ന് പോകണം തന്നെ എന്തിനാ, പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതായത് ആരെ വീട്ടിലേക്ക് വിരുന്ന് പോകുകയാണെങ്കിലും സമാധാനം, എനിക്ക് അവിടെ ഒരു പണി ഉണ്ടാവില്ലല്ലോ എന്നുള്ള നിലക്കാണ് ഉണ്ടാകുക. സ്വന്തം വീട്ടിലേക്ക് വിരുന്ന് പോകണം, പിന്നെ ഭാര്യമാരുണ്ടാകും. അപ്പോൾ എന്തിനാ പോകണം, എന്തിനാ ഞാൻ സ്വസ്ഥമായിട്ട് ആ വരവന്നെ എങ്ങനെയാണ് അല്ലേ. പൊതുവേ പിന്നെ സഹോദരിമാർ, ഞാൻ ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, ഒരു വരുന്നതിനെ കുട്ടിനെ അങ്ങനെ വെച്ചിട്ടുണ്ടാകും. ആ കുട്ടിനെ അങ്ങനെ ഉമ്മാൻ്റെ കയ്യിലോട്ട് കൊടുക്കും, ആ ബാഗ് കൊടുക്കും, എന്നിട്ട് ആ പിന്നെ റിമോട്ടുണ്ട് എടുക്കും, എന്നിട്ട് പറയും ഇനി ഒന്നിനും വിളിക്കണ, ഭക്ഷണം കഴിഞ്ഞാൽ ആയാ വിളിച്ചാൽ മതി. ഈ രൂപത്തിലാണ് പൊതുവെ എന്ത് ചെയ്യല് പല ആൾക്കാരും വിരുന്ന് പോകാറുള്ളത്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ആ വിരുന്ന് പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോകാൻ നോക്കുക. അഞ്ചാമത്തെ വിഷയം ആശയവിനിമയം എന്നുള്ളതാണ്. അതായത് നമ്മൾ പാരൻറ്റ് ടീച്ചർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, തുറന്ന സംസാരം ഉണ്ടാവണം. നിങ്ങൾ ഫുൾ ടൈം എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് പിന്നെ നിങ്ങളെ മക്കളുടെ കാര്യങ്ങൾ കേട്ടിരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. എങ്കിലും നിങ്ങൾക്ക് പറയാം, ഇപ്പം എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളെ സംസാരത്തിൽ അതൊന്നും ഉൾപ്പെടുത്തണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവർ അറിയാതെ തന്നെ അവരെ മനസ്സിലേക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ അടുത്ത് ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോൾ അവിടെയുള്ള ഒരു രക്ഷിതാവ് എന്നോട് പറഞ്ഞു, എൻ്റെ പിന്നെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ അതുകൂടി ഒന്ന് ക്ലാസ്സിലൊന്ന് ഉൾപ്പെടുത്തണമല്ലേ. നമ്മൾ അങ്ങനെ തന്നെ ഉൾപ്പെടുത്തി ആ കുട്ടിക്ക് അൽഹംദുലില്ലാ വിഷയം മനസ്സിലാക്കാൻ പറ്റി, തെറ്റ് തിരുത്താൻ പറ്റി എന്നുള്ളത് ആ രക്ഷിതാവ് തന്നെ നമ്മളോട് പിന്നീട് എന്ത് ചെയ്തു, പങ്കുവച്ചു. അപ്പോൾ ഞാനത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കുട്ടികളുടെ കുറ്റങ്ങൾ പറയണം എന്നല്ല. ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങോട്ട് ക്ലാസ് നിർത്തുമ്പോഴേക്ക് ഉസ്താദേ എൻ്റെ കുട്ടിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങൾ ഫ്രീ ആണോ എന്ന് വെച്ചിട്ട് അങ്ങനെ വിളിക്കണ്ട. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം, അത്രയും അത്യാവശ്യമാണെങ്കിൽ. എല്ലാ വിഷയങ്ങളും പറയണമെന്നല്ല. ചിലപ്പോൾ നിങ്ങൾ പിന്നെ വോയിസ് ഇടുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. എല്ലാ ടൈമിലും വിളിച്ചാൽ ചിലപ്പോൾ കിട്ടൂല. കാരണം നമുക്ക് ഓൾറെഡി വേറെ ക്ലാസ്സുകൾ കുറേ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ എന്ത് ചെയ്യണത്, നമ്മുടെ ദിവസവും 3 ക്ലാസ്സുകളോളം ഓൾറെഡി കണ്ടക്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യമുണ്ട് നിങ്ങൾക്ക് ഇന്ന ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യും, അത് സംസാരിക്കും. അത് കുട്ടികളെ കൂടി അവരുടെ മൈൻഡിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ആറാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ സമ്മർദ്ദങ്ങളില്ലാത്ത പഠനമാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ ശ്രദ്ധിക്കുക. ഇതിന് മുമ്പുള്ള എല്ലാതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കുട്ടികളെ ഭയങ്കരമായിട്ട് നമ്മൾ ഭീഷണിപ്പെടുത്തേണ്ട അവസ്ഥ ഉണ്ടായില്ല. അപ്പോൾ അതില്ല. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, കുട്ടി വളരെ ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കണം. അല്ലാതെ കുറേ അങ്ങോട്ട് ബേജാറാക്കി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി രണ്ട് പൊട്ടിച്ച് കുറേ ചീത്ത പറഞ്ഞ് അങ്ങനെ വേണ്ട. കുട്ടികളോട് നിങ്ങൾ പറഞ്ഞാൽ മതി, ഒരിക്കും. നമ്മളിപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇരുത്തി ഓരോ ക്യാമറ കൂടി ഓണാക്കും, നിർബന്ധമായിട്ട് ക്യാമറ ഓണാക്കാം. അതൊക്കെ നമ്മൾ പറയും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുത്തി ഓരോട് ഇങ്ങനെ പിന്നെ ഇവരൊന്ന് പറഞ്ഞാൽ, മുഹമ്മദ് എന്ന് പറഞ്ഞേ, അബ്ദുള്ള പറഞ്ഞേ, ഇന്നയാൾ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് അവരെ ഇൻട്രാക്ട് ചെയ്ത് പറഞ്ഞു പോകുന്ന രൂപമാണ് ഉണ്ടാവുക. അതങ്ങനെ തന്നെ പോകും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിച്ചതും. കഴിഞ്ഞ വർഷങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100+ കുട്ടികളായിരുന്നു. 100ൻ്റെ മുകളിൽ 200ൻ്റെ മുകളിലൊക്കെ വന്നിരുന്നു കുട്ടികൾ. അപ്പോൾ ഇപ്രാവശ്യം നമ്മളത് വേണ്ടാന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ഇവർക്കിനെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത്ര മതി എന്നുള്ളതൊക്കെ.
അപ്പോൾ അത് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, ചുരുക്കിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സമയമായിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ട എന്നുള്ള തീരുമാനം തന്നെയാണുള്ളത്. ഓക്കെ, ഏതായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കളുടെ പിന്നെ ക്ലാസ്സിൽ നിങ്ങൾ അവരെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോഴും അവരെ വല്ലാതെ ഫോഴ്സ് ചെയ്ത് അവരെ അടിച്ച് ഇടിച്ച് തള്ളി മറിച്ച് അങ്ങനെയൊന്നും വേണ്ട. സിമ്പിളായിട്ട് ഓരെന്നെ അതിനെന്ത് ചെയ്യും, റെഡിയാകുന്ന രൂപത്തിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അപ്പോൾ ഈ ഒരു 6 കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പുള്ള ചില കാര്യങ്ങൾ. ഇനി നമ്മൾ ക്ലാസ്സിന് മുമ്പുള്ള വേറെ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട, ഇനി ക്ലാസ്സിലേക്ക് വരുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയണത്. അതിലേറ്റവും പ്രധാനമാണ് പങ്ക്ച്വാലിറ്റി ഉണ്ടാകുക എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പങ്ക്ച്വാലിറ്റി ഉണ്ടാവണം, നിർബന്ധമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മളൊരു ബോധ്യപ്പെടുത്തലും കൂടിയാണ്. അപ്പോൾ ഇത് ദീനിയായിട്ട് പഠിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ അത് പ്രശ്നമൊന്നുമില്ല, സ്കൂളിൽ കറക്റ്റ് പോകണം കേട്ടോ, കറക്റ്റ് പോകണം, മദ്രസ പ്രശ്നമൊന്നുമില്ല. നമ്മളെ മദ്രസയിൽ ഒരിക്കലും നമ്മൾ സമ്മതിക്കാറില്ല. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഇന്ന ടൈം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഞാൻ തന്നെ കയറാറുണ്ട്. ഇതിൽ രക്ഷിതാക്കളുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും എന്തേ നേരം വൈകിയെന്ന് ചോദിക്കും. അല്ലാതെ ഇതിങ്ങനെ തോന്നിയ മാതിരിക്ക് ഇങ്ങനെ അത് നിങ്ങൾ കയറിയാലും കുഴപ്പമില്ല, കയറിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല. നിർബന്ധമായിട്ടൊന്ന് കയറണം. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, നിർബന്ധമായിട്ടും കയറണം. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ 5 മിനിറ്റ് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളതിൽ കയറുക, കൃത്യമായിട്ട് ക്ലാസ് തുടങ്ങും. ഞാൻ ഇത്രയും പറയുമ്പോൾ ഇനി മനുഷ്യനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം, അത് എനിക്കും മാറാം. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വേറെ അധ്യാപകർ ക്ലാസ് എടുക്കുന്നുണ്ട്, പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് പറയും. ഇന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ക്ലാസ് ഇന്ന് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്ന ടൈമിലായിരിക്കും എന്ന് പറഞ്ഞ് ചെറിയൊരു മാറ്റം വരുത്തും. ഞാൻ വീണ്ടും പറയുന്നു, കഴിയുന്നതും ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുക. എന്നാൽ എന്നാൽ എന്തെങ്കിലും മനുഷ്യ സഹജമായിക്കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ നെറ്റിന് പ്രശ്നമായി. ഇപ്പോൾ ഞാൻ ഓൾറെഡി ക്ലാസ് എടുക്കുന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ നെറ്റിൻ്റെ പ്രശ്നമായിരിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലാപ്ടോപ്പിനായിരിക്കും കംപ്ലൈൻറ്റ് വരിക. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഹോസ്പിറ്റൽ കേസോ മറ്റൊക്കെ ആയിട്ട്, അപ്പോൾ ഇന്നലെ ഫുൾ ടൈം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, രാവിലെ മുതൽ രാത്രി വരെ ഹോസ്പിറ്റലായിരുന്നു. മിനിഞ്ഞാന്നല്ല 4-ാമത്തെ ഹോസ്പിറ്റലായിരുന്നു. ഇങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യൂല, നമുക്ക് ചിലപ്പോൾ വിചാരിച്ച രൂപത്തിൽ കാര്യങ്ങൾ നടക്കൂല. അപ്പോൾ അവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ നിങ്ങളോട് ഗ്രൂപ്പിൽ പറയും. ഞാൻ വീണ്ടും 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 ഇത് പറയാണ്, അത് നേരത്തെ അറിയിക്കും. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഉണ്ടാവില്ല, അത് വേറെ ദിവസം നിങ്ങൾക്ക് എടുത്തിരുന്നു, അത് എടുത്ത് തരുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ പിന്നെ കൃത്യനിഷ്ഠത എന്നുള്ളത് എന്താണ്, രക്ഷിതാക്കൾ പിന്നെ കുട്ടികൾക്കാവട്ടെ അതേപോലെ തന്നെ അധ്യാപകർക്കാവട്ടെ ഉണ്ടാവണം. കാരണം അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, കുട്ടിക്ക് തന്നെ പിന്നെ ഒരു ബോധ്യപ്പെടൽ ഉണ്ടാവുക. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന പോലെ എന്നാ സ്കൂൾ പൂട്ടിയാൽ അതാ മദ്രസ് പൂട്ടും, ആ മദ്രസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മദ്രസ് ഇപ്പം എന്താ പ്രശ്നമില്ലല്ലോ, ആകെ 2 മണിക്കൂറല്ലേ ഉള്ളൂ, അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. സ്കൂളിലുള്ളത് അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മളും എ സ്കോറും ബി സ്കോറും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പഠിച്ചിട്ടുണ്ട്, ലസാഗു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് പിന്നീട് ഫോഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അതൊരു കോഴ്സായിട്ട് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേഷനൊക്കെ ആയിട്ട് ഒരു എഞ്ചിനീയറിങ്ങിലേക്കോ അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ മദ്രസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരൊറ്റ പ്രാർത്ഥന പോലും അത് പഠിച്ചത് വെറുതെ ആയിപ്പോയിട്ടോ എന്ന് പറയാനില്ല. ഇല്ല, ദീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നും വെറുതെ ആവില്ല, അതെന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് എൻ്റെ കുട്ടിയിൽ പങ്കെടുക്കും എന്ന് ഓരോ രക്ഷിതാവും തീരുമാനിക്കണം. നോക്കട്ടെ എന്നാണെങ്കിൽ നോക്കണ്ട, നിങ്ങൾ പങ്കെടുക്കണ്ട, പങ്കെടുപ്പിക്കണ്ട, ഇത്രയും ധൈര്യത്തിലാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല, നമുക്ക് ക്ലാസ് ഉണ്ട് വേണ്ടാന്നില്ലോട് തീരുമാനിക്കുക. അങ്ങനെ ഒരു അഴകുടമ്പൻ നിലപാടാണെന്നുണ്ടെങ്കിൽ ഇല്ല, അവർ ചേരേണ്ടതില്ല. അതിപ്പോഴേ ഓർമ്മപ്പെടുത്തുന്നു. ഇത് വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ പിന്നെ എന്താ റെക്കോർഡ് ചെയ്ത്, ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ചേർന്നാൽ മതി എന്നാണ്. ഇത് അഹങ്കരിച്ചിട്ടല്ലോ കേട്ടോ പറയണത്, ഇത് ഇത്രയും കൃത്യമായിട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. നമ്മൾ അതിനൊരു താല്പര്യമില്ലാത്ത രൂപത്തിലാകുമ്പോൾ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ പങ്ക്ച്വാലിറ്റി എന്നുള്ളത്, കൃത്യനിഷ്ഠ എന്നുള്ളത് എന്താണ്, നിർബന്ധമായിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങും. അപ്പോൾ അതെന്ത് ചെയ്യും, നിങ്ങൾ പോകണം, ഇടയിൽ കയറുക, ഇടയിൽ ഒഴിവാകുക, ഒരു ദിവസം കയറുക 2 ദിവസം ലീവാകുക, പിന്നെ ഒരു ദിവസം കയറുക, പിന്നെ 10 ദിവസം ലീവാകുക, അതൊന്നും പറ്റൂല. കൃത്യമായിട്ട് തന്നെ പോകാൻ കഴിയണം. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി എൻവയോൺമെൻറ്റാണ്, പഠനാന്തരീക്ഷം. എല്ലാവരും നടുവ് പോയിട്ട് കുട്ടികൾ ഫോൺ എടുത്തിരിക്കുക പറ്റൂല. നേരെ ശ്രദ്ധിച്ചോ, ടി വി മറ്റ് സംസാരങ്ങൾ എന്നിവ ഇല്ലാത്ത ശാന്തമായൊരിടം കുട്ടികൾക്കായി ഒരുക്കി വെക്കുക. കിടന്നുകൊണ്ടോ മറ്റോ ക്ലാസ്സിൽ ഇരിക്കാൻ അനുവദിക്കാതെ മേശയും കസേരയും ഉപയോഗിച്ച് നേരെ ഇരുന്ന് പഠിക്കാൻ അവരെ ശീലിപ്പിക്കാം. അത് ശീലിപ്പിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ എങ്ങനെ ഇരിക്കണം നോക്കിയാൽ മതി. ഹേയ്, നിങ്ങളിപ്പോൾ എങ്ങനെ ഇരിക്കണേ, ആ പിന്നെ എന്താണ് എന്താണ് ജനലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ഇപ്പുറത്ത് ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കണ്ടാവും. ക്ലാസ് കേൾക്കുകയാണ് അറിയാം, അതന്നെ പ്രശ്നം. അപ്പോൾ കുട്ടി എന്ത് വെച്ചാൽ ഇതേപോലെ ആയിരിക്കും. കുട്ടി എന്ത് ചെയ്യുക, അതവിടെ വെച്ചിട്ടുണ്ടാവും, ഓപ്പുറത്ത് കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പറ്റൂല.
ആ കുട്ടിക്ക് എന്ത് ചെയ്യണം, അതിനുള്ള സൗകര്യം നമ്മൾ കൃത്യമായിട്ട് വെച്ചു കൊടുക്കണം. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അവിടെ ഉണ്ടാവണം. മനസ്സിലാവുണ്ടോ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അവിടെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് ലാസ്റ്റ് ചോദിക്കാം. ഞങ്ങൾക്ക് പിന്നെ ഓണാക്കി തരാം, മദ്രസനെ കാര്യത്തെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടിക്ക് ഒരു പഠനാന്തരീക്ഷം നമ്മൾ ഇരിക്കണത്, കുട്ടി ഇരുന്നിട്ടാണ് ക്ലാസ് കേൾക്കേണ്ടത്, കിടന്നിട്ടല്ല. ക്ലാസ്സിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ തിന്നാൻ കൊടുക്കുക, ആ ഉമ്മാക്ക് സ്നേഹം കൊണ്ടേ അതുവരെ കുട്ടി പട്ടിണിയാണ്. ആ ടൈമിലാണ് കുട്ടി വായ തുറക്കുള്ളൂ. പറ്റൂല, പറ്റൂല. നിങ്ങൾ ആ സമയത്ത് കുട്ടി അതിന് മുമ്പ് നിങ്ങൾ കൊടുത്തോ, അല്ലെങ്കിൽ അതിന് ശേഷം കൊടുത്തു, അതിൻ്റെ ഇടയിൽ പോയിട്ട് എന്ത് ചെയ്യരുത്, കുട്ടിക്ക് സ്നാക്സ് കൊടുക്കുക, തിന്നാൻ കൊടുക്കുക, അതിനൊന്നുമില്ല. ആകെ കുറച്ച് നേരമേ ഉള്ളൂ. ഇനി അത്യാവശ്യം കുട്ടി ഒന്ന് വെള്ളം കുടിക്കാൻ കുടിച്ചോട്ടെ, പ്രശ്നമില്ല. അത്യാവശ്യം ഒന്ന് മൂത്രയിക്കാൻ പറ്റി, ആയിക്കോട്ടെ, പോയിക്കോട്ടെ, കുഴപ്പമില്ല. അതല്ലാതെ ഇതൊരു സ്ഥിരമായിട്ട് ആ ഒരു ക്ലാസ് തുടങ്ങണം, എന്നാലും കുട്ടികൾ വായു തുറക്കുള്ളൂ എന്നാണെങ്കിൽ, നിങ്ങൾ വായും തുറന്ന് എന്ത് ചെയ്യുക, കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക, ക്ലാസ് തൽക്കാലം വേണ്ട. അത്രേ നമുക്ക് അതിന് പറയാനുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മക്കൾക്ക് അതിനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം. അവരവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. മൂന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതൊരു വസ്ത്രധാരണം എന്നുള്ളതാണ്. അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ഒരു ട്രൗസറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക എവിടെ, അത് ഓൺലൈൻ ക്ലാസ് അല്ലേ, അത് പറ്റില്ല. പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള സിമ്മീസ് ഇട്ടിട്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേസ്റ്റ് ഇട്ടിട്ടിരിക്കുക, അത് പറ്റില്ല. അവിടെ ഒരു ഇസ്ലാമികമായിട്ടുള്ള രൂപമുണ്ട്, അതിനനുസരിച്ചിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെ നിർബന്ധമായിട്ട് തൊപ്പിടണമെന്നൊന്നും നമ്മൾ പറയില്ല. പക്ഷേ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ദീനിയായിട്ടുള്ള വസ്ത്രം തന്നെ ധരിച്ചിട്ടുണ്ടാവണം, അത് നിർബന്ധം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് ദീന് പഠിപ്പിക്കുന്നതിൽ അർത്ഥമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമത്തെ വിഷയം ജൂനിയർ വിദ്യാർത്ഥികൾക്കുള്ളതാണ്. ചെറിയ കുട്ടികൾക്ക് മൈക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ചിലപ്പോൾ ചില കുട്ടികൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അതിനാൽ ക്ലാസ് സമയത്ത് അവരുടെ അടുത്തുനിന്ന് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ രക്ഷിതാവ് ശ്രദ്ധിക്കണം. കുട്ടികൾ ഇങ്ങനെ ഓണാക്കി ഓഫാക്കി ഇങ്ങനെയൊക്കെ, എന്നിട്ട് ഇങ്ങനെ കൂക്കലുണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, ബാക്കിയുള്ളവർക്കും കൂടി പ്രയാസമായിരിക്കും. അതുകൊണ്ട് ജൂനിയർ ക്ലാസ്സിൻ്റെ ടൈമിൽ കഴിയുന്നതും രക്ഷിതാവ് അടുത്തുണ്ടാകാൻ നോക്കുക. ഞാൻ പറയണത് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ അർജൻറ്റായിട്ട് നിങ്ങളൊന്ന് പെട്ടെന്നൊന്ന് മാറുന്നു എന്നുള്ളത് തെറ്റാണെന്നല്ലേ പറയണത്. കഴിയുന്നതും നമ്മൾ അവിടെ ഉണ്ടാവണം. പിന്നെ കുട്ടിയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഓണാക്കാനും ഓഫാക്കാനും ഒക്കെ നിങ്ങൾ കൂടി അടുത്തുണ്ടെങ്കിൽ ഒന്നുകൂടി കുട്ടികൾ ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. എന്തായാലും ഫുൾ ടൈം ഇരിക്കണ്ടല്ലോ, കുറച്ച് നേരമല്ലോ, ആകെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ മാക്സിമം ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ അവിടെ ഇരിക്കുക. ഇനി അഞ്ചാമത്തത് സീനിയർ വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോ പിന്നാലെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അവരിത് ഓണാക്കിയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അത് ഒരിത് ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ വേറെ എന്തോ വായിച്ചുകൊണ്ടിരിക്കണേ, ഒരുപാട് ഓണാക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പറ്റൂല. ഒരു മറ്റുള്ള ആപ്പുകളൊന്നും ഉപയോഗിക്കണില്ല, ഒരു കൃത്യമായിട്ട് ക്ലാസ് തന്നെയാണ് കേൾക്കുന്നത് എന്നുണ്ട്. ഇടയ്ക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സൂപ്പർവിഷൻ, അങ്ങനെയാണ് പറയുന്നത്. ഫുൾ ടൈം ഇങ്ങനെ ഓരോ നോക്കി നിൽക്കണം, ഒരു സംശയത്തോടു കൂടി കാണണം എന്നല്ല. പക്ഷേ ഇടയ്ക്കൊന്ന് നമ്മൾ നോക്കണം, അല്ലെങ്കിൽ നമുക്കത് അറിയൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ വിളിക്കലുണ്ടാവും, കുട്ടികൾ എന്ത് ചെയ്യൂല, അതിൽ ഇടപെടുന്നുണ്ടാവില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആറാമത്തെ വിഷയം വീഡിയോയും മൈക്കും. അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം വീഡിയോ ഓൺ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഓണാക്കൽ നിർബന്ധമാണ്. എൻ്റെ കുട്ടിക്ക് വീഡിയോ ഓണാക്കാൻ പറ്റൂല, നിങ്ങൾ പങ്കെടുക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാകും, അവിടെ ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ടാകും, വീഡിയോ ഓഫ് ചെയ്തിട്ട് പോയിട്ടുണ്ടാകും. ഞാൻ എത്രയോ കാലമായിട്ട് ഈ ക്ലാസ് എടുക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. കുട്ടികളിത് പോയിട്ടുണ്ടാകും. പിന്നെ നമ്മൾ വിളിക്കുമ്പോഴാണ് ഞങ്ങൾ വണ്ടിയിലോട്ടോ പറയും. അപ്പം നിങ്ങൾ വണ്ടിയിലാണെന്നുണ്ടെങ്കിലും വീട്ടിലാണെന്നുണ്ടെങ്കിലും വീഡിയോ മൈക്ക് ഇത് ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, മൈക്ക് ഓണാക്കുക, എന്നിട്ട് മറുപടി പറയുക. വീഡിയോ എപ്പോഴും ഓണായി കൊണ്ടിരിക്കണം. എന്നങ്ങനെ നടക്കുന്ന കുട്ടികളുണ്ടാകും. അത് ആ കുട്ടികളോട് പറയാം, അവിടെ ഇരിക്കും, ആകെ കുറച്ച് നേരമുള്ളൂ, ആ സമയത്ത് എന്ത് ചെയ്യണം. എന്നാൽ മനുഷ്യ സഹജമാണ്. എന്തെങ്കിലും അത്യാവശ്യം വന്നു, പെട്ടെന്ന് ഒരു യാത്ര പോകേണ്ടി വന്നു, എന്തോ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, അപ്പം നിങ്ങൾ ഇവിടെ വീഡിയോ ഓണാക്കി ഇരിക്കണം നമ്മൾ പറയൂല. അപ്പോൾ നമ്മൾ കുട്ടിനോട് പറയും, ആയിക്കോട്ടെ എന്ന് കുട്ടി പോയിട്ട് വാ, അള്ളാഹു ഷിഫയാക്കി തരട്ടെ, നല്ല നിൽക്കണേ പറയാം. നമുക്ക് മനസ്സിലാകും, നമ്മൾ മനുഷ്യന്മാരല്ലേ, അതുകൊണ്ട് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അങ്ങനത്തെ വല്ല നിർബന്ധാവസ്ഥയുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ക്ലാസ് ഒഴിവാക്കാം, വീഡിയോ ഒഴിവാക്കാം, മൈക്ക് ഒഴിവാക്കാം. ആ ഒരു നിർബന്ധാവസ്ഥ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമുക്കറിയില്ല നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. രക്ഷിതാവ് എന്ന നിലയ്ക്ക് നമ്മളെ മക്കളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഞാനതിൽ ശ്രദ്ധ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് കൂടി തീരുമാനിക്കാം. ഇനി ഇവിടെ തുടർച്ചയായ വിലയിരുത്തൽ എന്നുള്ള നിലയ്ക്ക് ഡെയിലി ഫോളോ അപ്പ് ഉണ്ടാക്കുക. ഓരോ ദിവസത്തെ ക്ലാസ്സിന് ശേഷം കുട്ടിയോട് എന്ത് ചെയ്യണം, ചോദിക്കണം, നമ്മൾ എന്തെങ്കിലും വർക്ക് തന്നിട്ടുണ്ടോ ചോദിക്കണം. ആ വർക്ക് ചെയ്യാൻ കുട്ടിയെ സഹായിക്കുമാണ്. കൂടുതലായിട്ടൊന്നുമില്ല, നമ്മൾ ആ കുറച്ച് നേരമല്ലേ ഉള്ളൂ. അപ്പോൾ ചില ആക്ടിവിറ്റികളൊക്കെ നമ്മൾ കൊടുക്കും, അത് ആ കുട്ടി എന്ത് ചെയ്യണം. അത് ആ കുട്ടിനോട് പറയും, ഇന്ന ടീച്ചർക്കാണ് അയച്ചു കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ആ നമ്പർക്ക് എന്നെ അയച്ചു കൊടുക്കുക. ഇത് എത്ര പറഞ്ഞാലും പിന്നെയും കാണാൻ എൻ്റെ നമ്പർക്ക് അയക്കണ മനുഷ്യന്മാരുണ്ട്.
അത് നമ്മളെപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ത്യക്ക് അയച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഞാൻ അതിന് റിപ്ലൈ തരൂല. അത് മനഃപൂർവ്വമല്ല, നമ്മൾ വേറെ എന്തെങ്കിലും തിരക്കില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ക്ലാസ്സിലിരിക്കുന്നു, എനിക്കിങ്ങനെ കോളുകൾ വരുന്നുണ്ട്, എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. ഇനി നോക്കിക്കഴിഞ്ഞാൽ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അപ്പം മറുപടി വരും, പിന്നെ അപ്പോഴേക്ക് വേറെ എന്തെങ്കിലും കോൾ വരുമ്പോൾ നീ അതിൽ എൻഗേജ് ആയി പോകും. അതുകൊണ്ടാണ് ചില നമ്പറുകൾ തരുന്നത്, അത് അതിൻ്റെ കോർഡിനേറ്റർ ആയതുകൊണ്ടാണ്. അത് നമ്മളെ പിന്നെ ഈ കോഴ്സിൻ്റെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കോർഡിനേറ്റർമാരുണ്ട്. അവരെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടതും. അവരോടാണ് കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങളോട് ഗ്രൂപ്പിൽ പറയും, ഇന്ന ആളാണ് നിങ്ങൾക്കുള്ള ടീച്ചർ, ജൂനിയർ ഇന്നതാണ്, അല്ലെങ്കിൽ സീനിയർ ഇന്ന ആളാണ്. അപ്പോൾ അവരെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. അവർക്ക് എന്തെങ്കിലും വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കുട്ടികൾക്ക് വർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് അയച്ചു കൊടുക്കേണ്ടത് ഇന്ന ആൾക്കാണ് എന്ന നിലക്ക് നിങ്ങൾ മനസ്സിലാക്കാം. ഇത്രയുമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും രക്ഷിതാബന്ധത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഈ കോഴ്സിൻ്റെ ലക്ഷ്യം നേരത്തെ പറഞ്ഞു, നമ്മുടെ കുട്ടികളുടെ ഒഴിവുകാലം നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്നുള്ളത് ഒരു ചുരുങ്ങിയ വാക്കുകളിലൂടെ എന്ത് ചെയ്യുക, പറഞ്ഞു പോകാം. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് 3 മുതൽ മെയ് 15 വരെയുള്ള ദിവസങ്ങളിലാണ് സൂം ലൈവ് ഉണ്ടാകുക. 15 ശരിക്ക് വെള്ളിയാഴ്ചയാണ്. അത് നമ്മൾ രക്ഷിതാക്കൾക്കുള്ളൊരു പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. കഴിയുന്നതും അന്ന് വെക്കും. ഇനി അതല്ല, അന്ന് എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ നമ്മൾ 16 അല്ലെങ്കിൽ 17 ആയിട്ടുണ്ട് നടത്തും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകും. വെള്ളി ഞായർ ദിവസങ്ങൾ ഒഴിവായിരിക്കും. ഞായറാഴ്ച പൊതുവേ കല്യാണങ്ങളായിരിക്കും. നമ്മുടെ രാവിലെയും ഉച്ചക്കൊക്കെയുള്ള ക്ലാസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച ഒഴിവാക്കിയത്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുത്തുബുള്ള ദിവസമാണ്. അപ്പോൾ നമ്മളും അതേപോലത്തെ അധ്യാപകർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ കുട്ടികൾക്കും തന്നെ എന്ത് ചെയ്യണം, ഓൾറെഡി ഒരു കുത്തുബ കിട്ടി, പിന്നെ രാവിലെയും ഉച്ചക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്. പിന്നെ ലൈവിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ചെയ്ത് നൽകും. പക്ഷേ ലൈവിൽ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് കുട്ടിക്ക് അതിലൊരു മാറ്റം ഉണ്ടാകുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, റെക്കോർഡ് കിട്ടും, റെക്കോർഡ് തരും ഇൻഷാ അല്ലാഹ്. പക്ഷേ ആ റെക്കോർഡ് കുട്ടി കേൾക്കൂല. ഞാനാ പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുട്ടിക്ക് അത് കേൾക്കൂല എന്നുള്ളത് ഉറപ്പാണ്. ഇനി കേട്ടാൽ തന്നെ അതുകൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, ഒരു വീഡിയോ കാണുന്ന പോലെ ഉണ്ടാവുള്ളൂ. യൂട്യൂബിലൊരു വീഡിയോ അത്രേ ഉള്ളൂ. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ ലൈവ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഇതാ പറഞ്ഞ ആയിഷ പറഞ്ഞേ, ഖദീജ പറഞ്ഞേ എന്നിട്ട് പറയുമ്പോൾ എന്ത് ചെയ്യും, ആ കുട്ടി അവരുടെ മനസ്സും ശരീരവും ഒക്കെ ഇതിന് റെഡിയാണ്. മറ്റേതോ അവിടെ അങ്ങനെ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ലൈവിൽ തന്നെ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ, ഇത് അതേപോലെ ഇങ്ങനെ പ്രസൻറ്റേഷനൊക്കെ എഴുതാതെ അതൊന്നും എഴുതിക്കാണ് എല്ലാവരും എന്ന് പറഞ്ഞിങ്ങനെ എഴുതി പഠിപ്പിച്ച് ആ ഭാഗങ്ങൾ ചർച്ച ചെയ്ത് പോകുന്ന രൂപമാണ് ഉണ്ടാകുക ഇൻഷാ അല്ലാഹ്. ഇനി ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയർ വിഭാഗം രാവിലെ 10 മണി മുതൽ 11 മണി വരെയാണ്. സീനിയർ വിഭാഗം ബോയ്സ് ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയാണ്. നമ്മൾ ആ ടൈം വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പൊതുവേ ആൺകുട്ടികൾ കളിക്കാൻ വേണ്ടി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടൈമിലേക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ സീനിയർ വിഭാഗം ഗേൾസ് അവർ 4:30 മുതൽ 5:30, നിസ്കാരം കഴിഞ്ഞിട്ട് അസർ കഴിഞ്ഞിട്ട് എന്നുള്ളതിലേക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ 4:30 മണി മുതൽ 5:30 മണി വരെ എന്നുള്ളത് ഈ ടൈം നമ്മൾ ഫിക്സ്ഡ് ടൈമാണ്, അതിൽ മാറ്റം വരുത്താൻ കഴിയൂല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നേരത്തെ നിങ്ങളോട് ഗ്രൂപ്പിൽ പറയുകയും ചെയ്യും. ഇന്ന ടൈമിൽ ക്ലാസ് ഉണ്ടാവില്ല, പകരം ഇന്ന ടൈമിലായിരിക്കും എന്ന് തന്നെ പറയും. അപ്പോൾ അത് അന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ആർക്കൊക്കെ ഈ കോഴ്സിൽ ചേരാന്നുള്ളതാണ്. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ജൂനിയർ വിഭാഗത്തിലുള്ളത്. സീനിയർ വിഭാഗത്തിൽ 11 വയസ്സ് മുതൽ 18 വയസ്സ്. ചില ആൾക്കാർ ചോദിച്ചു 19-20 വയസ്സുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റുമോ? ജോയിൻ ചെയ്തു എന്ന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം, കോഴ്സിലേക്ക് ചേരാം. പക്ഷേ അവിടെ പിന്നെ ഈ 11 വയസ്സുള്ള കുട്ടിയെ കാണുമ്പോൾ ഈ കുട്ടി കാഴ്ച ഈ ചെറിയ കുട്ടികളുടെ അടിയില്ല ഞാൻ ഇരിക്കണേ എന്നവർക്ക് തോന്നരുത്. എന്നാൽ കുട്ടികൾക്ക് താല്പര്യമുണ്ട്, എനിക്കിതൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് പണ്ടൊന്നും ഇത് കിട്ടിയിട്ടില്ല, എനിക്ക് എപ്പോഴെങ്കിലും ഇത് പഠിക്കണം എന്നൊക്കെ താല്പര്യമുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. ഇനി ഇതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇത്രയും ക്ലാസ്സുകൾക്ക് 500 രൂപയാണ് ഉണ്ടാവുക. ഇത്രയുമാണ് നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. കുറേ ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകാം. അപ്പോൾ ഒന്ന് ഓൺലൈൻ മദ്രസ ഉണ്ടോ എന്നാണ്. ഉണ്ട്, അൽഹംദുലില്ലാഹ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോമൺ മദ്രസയിൽ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആനുവൽ എക്സാമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അഡ്മിഷൻ ആരംഭിക്കും. അതല്ല ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെയാണ്. പിന്നെ കോമൺ മദ്രസയാണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറുള്ളത്. കാരണം എന്താ വെച്ചാൽ അവിടെ നമ്മൾ കൃത്യമായിട്ട് ടീച്ചേഴ്സിൻ്റെ ആ കാര്യത്തിൽ നമ്മളും അവിടെ ഉണ്ടാവാറുണ്ട്. വേറെ അധ്യാപകരുണ്ട്, ടീച്ചർമാരുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറയും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഇനി മൈക്ക് ഓൺ ആക്കി തരണമെങ്കിൽ മൈക്ക് ഓൺ ആക്കി തരും ചെയ്യാം.
ഓക്കെ. ആ വിഷയം ഉൾപ്പെടുത്താം. ഇമ്പോർട്ടൻസ് ഓഫ് സിബ്ലിങ്സ് അതുണ്ടാവും. നമ്മളിതിന് സ്വഭാവ സംബന്ധമായ വിഷയത്തിൽ പൊതുവെ തല്ല് നടക്കാത്ത വീടുകൾ ചുരുക്കമായിരിക്കും അല്ലേ? വീട്ടിലുള്ള കുട്ടികൾ തമ്മിൽ തല്ലൂടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുണ്ടാവുകയാണ്. അപ്പോൾ അത് നമ്മൾ പറയും, നല്ല നിലയ്ക്ക് തന്നെ പറഞ്ഞു കൊടുക്കും. പിന്നെ അത് കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യും, അതിൻ്റേതായ ഒരു പ്രശ്നം ഉണ്ടാകും. ഏ അത് നമ്മൾ അങ്ങനെ തന്നെ കാണുക. എന്നാൽ അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകുക. നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവർക്കിടയിലാണ് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകുക. അവരിൽ ഒരാൾ ഒന്ന് വിഷമിച്ച് കഴിയുമ്പോൾ മറ്റവന് ആ കൈ ചിരിക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല. ഒരു രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കിടയിലാണ് കൂടുതൽ ബന്ധം ഉണ്ടാകുക. അത് ഞാൻ ഇൻഷാ അല്ലാഹ് പറയാം. പിന്നെ ഹിഫ്ള് പഠിപ്പിക്കുന്നത് ഓൺലൈൻ, അതെ അതെ അതെ, ഓൺലൈനിൽ തന്നെയാണ്. അത് പിന്നെ അവർക്ക് ഓതി കൊടുക്കും, അവർ ഓതും, തിരിച്ചു വീണ്ടും അവരുടെ തെറ്റുകൾ ഓതി കൊടുക്കും, തെറ്റുകൾ തിരുത്തി കൊടുക്കും. അങ്ങനെ ഒരു മനപ്പാടമാക്കി പിന്നീട് ഉസ്താദിന് ചൊല്ലി കൊടുക്കുന്ന രൂപം. ടീച്ചേഴ്സിന് ലേഡി ടീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ ജെൻസിനാണെന്നുണ്ടെങ്കിൽ ജെൻസ് ടീച്ചേഴ്സും ഉണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ദീനി പഠനത്തിൻ്റെ അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ബാച്ചുകൾ ഉണ്ടായിരുന്നു, വേറെ കുറേ കോഴ്സുകൾ തുടങ്ങിയപ്പോൾ നമ്മൾ തൽക്കാലം അപ്പോൾ അതെന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ ഇൻഷാ അല്ലാഹ് വരും മാസങ്ങളിൽ നമ്മൾ പുതിയ ഒരു പുസ്തകം വെച്ചുകൊണ്ട് തന്നെ ഇതേപോലെ ഒരു 6 മാസത്തെ കോഴ്സ് എന്ന നിലയ്ക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസിൽ പിന്നെ അയച്ചു തരാം കേട്ടോ ഇൻഷാ അല്ലാഹ്. പവർ പോയിന്റിൽ ഇംഗ്ലീഷ് കൂടി ആഡ് ചെയ്യണം. അത് ചിലപ്പോൾ ഒരു പ്രയാസകരമായിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നമ്മൾ അയച്ചു തരുന്നത് എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുട്ടീനോട് പിന്നെ ജെമിനോട് ചോദിക്കാൻ വേണ്ടി പറയുകയായിരിക്കും നല്ലത്. ക്ലാസ് എന്തായാലും ഇങ്ങനെ തന്നെയായിരിക്കും. മറ്റേ എല്ലാം കൂടി നമുക്ക് ആകെ ഒരു മണിക്കൂറല്ലേ ഉള്ളത്. തെരഞ്ഞതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, നമുക്കിപ്പോൾ അത് ആഡ് ചെയ്യണതിന് ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്ത പോലെ ഹെഡിങ്ങൾ ആക്കണതിന് കുഴപ്പമില്ല. എല്ലാം ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഓരോന്നും ആദ്യം ഒന്ന് മലയാളം പറഞ്ഞ് പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞ് പിന്നെ ക്ലാസ് കൊടുക്കുമ്പോൾ ആകെ കുറച്ച് സമയമൊക്കെ കിട്ടണത്. അതുകൊണ്ടാണ്. സ്കൂൾ ഓപ്പൺ ചെയ്താൽ ടൈം എപ്പോഴായിരിക്കുന്നു, ഏതിൻ്റെന്നാവോ? ഇതാകെ കുറച്ച് ദിവസമല്ലേ സ്കൂൾ ഓപ്പൺ ചെയ്യുന്നവരൊന്നും ഇല്ലല്ലോ, നമ്മളാകെ 10 ദിവസമല്ലേ ഉള്ളൂ. മദ്രസ വിസ്റ്റം സിലബസ് ആണുള്ളത്, അതെ. 2 കിഡ്സ് ഉണ്ടെങ്കിൽ 2 ആൾക്കും കേൾക്കാം, ഒരാളെ ഫീസ് അടച്ച് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ആയിക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഫീസ് കൊടുക്കുമ്പോൾ വല്ലാതൊരു വിഷമം ഉണ്ടാകൽ. സ്കൂളിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഒരേ ക്ലാസ് തന്നെയാണല്ലോ, കുഴപ്പമില്ല. അവർ ഇരുന്നോട്ട് കേട്ടോട്ടെ, ഒന്നും പ്രശ്നമൊന്നുമില്ല. അൽഹംദുലില്ലാ, എൻ്റെ മോൻ 4 ഖത്തം ഓതിയിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീ. അള്ളാഹു ഖൈറാക്കട്ടെ, കുട്ടിക്കും ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. ജിദ്ദയിലാണ് മക്കൾക്ക് സ്കൂളുണ്ട്. സോ ലൈവ് ആ ടൈമിൽ അത് നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഈ ടൈമാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ടൈമിൽ പറ്റുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ റെക്കോർഡ് ആക്കുക എന്നുള്ളതാണ്. റെക്കോർഡ് ചെയ്തത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ, കാര്യമായിട്ട് വന്ന ചോദ്യങ്ങൾ തന്നെയാണ്, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. സീനിയേഴ്സിന് ഏജ് ലിമിറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, അതായത് 18 വയസ്സാണ്. എന്നാൽ 19 20 ഒക്കെ വയസ്സുള്ള ആൾക്കാർ പഠിച്ചു എന്നുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഈ പ്രായമുള്ള അമ്മമാരൊന്നും എന്ത് ചെയ്യണ്ട, അതിലേക്ക് ചേരണ്ട. കാരണം അത് കുട്ടിയെ ബാക്കിയുള്ള കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാക്കും. ഓക്കെ, പിന്നെ കാരണം ഇത് നിർബന്ധമായിട്ടും ക്യാമറ ഓൺ ആക്കിയിട്ട് ഇരിക്കേണ്ടതാണല്ലോ. ഖുറാൻ ക്ലാസ്സും 10 ഡേയ്സ് മാത്രമാണോ? നിങ്ങൾ ആ മെസ്സേജുകൾ ഇപ്പോഴും വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏഹ് നിങ്ങളത് ഫുള്ള് വായിച്ചു നോക്കിയിട്ടില്ലേ? ഇൻഷാ അല്ലാഹ്. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നാലെ തൽക്കാലം നിർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.